എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഇന്നേ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 29-ാം വാക്യം. എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കും. നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. അവന്റെ രാജ്യം അന്വേഷിക്കുകയും അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും. ഇതേ കാര്യം മത്തായി സുവിശേഷത്തിലും നമ്മളെ വായിക്കുന്നുണ്ട്. ഒരു ഉന്നത വാഗ്ദത്തമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഉന്നതമായ ഒരു വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ചഞ്ചലപ്പെടാതിരിക്കാനും ആകുലപ്പെടാതിരിക്കാനും വിചാരപ്പെടാതിരിക്കാനും വേണ്ടിയുള്ള ഒരു ഉന്നതമായ വാഗ്ദത്തം. എല്ലാ മനുഷ്യർക്കും ഭാരങ്ങളുണ്ട്, ആകുല ചിന്തകളുണ്ട്. വിഷമസന്ധികളിൽ ചിന്തകൾ വന്നു പോകും. അത് മനുഷ്യ സ്വഭാവമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യം, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ചഞ്ചലപ്പെടരുത്. മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്തുടുക്കും എന്നും ചഞ്ചലപ്പെടരുതെന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ഭക്ഷിക്കും, എന്തുടുക്കും, എന്ത് കുടിക്കും എന്നിങ്ങനെ നിങ്ങൾ ചഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെ ലോകജാതികൾ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകജാതികളുടെ അന്വേഷണം മുഴുവൻ ഇതിനു വേണ്ടിയാണ്. അവരധ്വാനിക്കുന്നത് സ്വലോലുപരായി ലോകത്ത് ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. അവർ പ്രവർത്തിക്കുന്നതെല്ലാം അതിനു വേണ്ടിയാണ്. എന്നാൽ കർത്താവ് പറയുന്നത് മുന്നമേ അന്വേഷിക്കേണ്ടത് ദൈവരാജ്യമാണ്. അപ്പൊ മുന്നമേ അന്വേഷിക്കേണ്ട ദൈവരാജ്യം അന്വേഷിച്ചാൽ അതിന്റെ പിറകാലം നിങ്ങൾക്കിതെല്ലാം ലഭിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. ആണല്ലോ 23-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. അപ്പോൾ നല്ല ഇടയനായ കർത്താവിനോട് ചേർന്ന് നമ്മൾ ജീവിക്കുകയും കർത്താവിന്റെ കൽപ്പനകൾ അനുശാസിക്കുന്ന നിയമങ്ങൾ പാലിക്കുകയും ദൈവവചനപ്രകാരം കാര്യങ്ങൾ മുൻപോട്ട് നീക്കുകയും ചെയ്യുമ്പോൾ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരുമാറാക്കുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. അതാണല്ലോ 99-ാം വയസ്സിൽ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് ദൈവം പറയുന്നു, ഞാൻ സർവശക്തനായ ദൈവം. ഇപ്പൊ നാം സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് ഒരറിവ് വ്യക്തമായി നമുക്കുണ്ടാകണം. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ മക്കൾ 40 വർഷങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. വെട്ടിത്തെളിച്ച ഒരു പാത അവർക്കുണ്ടായിരുന്നില്ല. ഒരു റൂട്ട് മാപ്പ് അവർക്ക് കൊടുത്തിരുന്നില്ല. അവർക്ക് ആകെ ഉണ്ടായിരുന്ന മാപ്പ് എന്ന് പറയുന്നത് മേഘസ്തംഭവും അഗ്നിസ്തംഭവും മാത്രമായിരുന്നു. അപ്പൊ ആ റൂട്ടിലൂടെ മാത്രം യാത്ര ചെയ്ത് പോവുകയാണ്. വസ്ത്രം പഴകിയിട്ടില്ല, ചെരുപ്പ് തേഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ അവർക്ക് വെള്ളം മുടങ്ങിയിട്ടില്ല. ഒന്നിനും കുറവ് വരുവാൻ ദൈവം സമ്മതിച്ചില്ല. കാരണം നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു നല്ല അറിവ് നമുക്ക് വ്യക്തമായി ഉണ്ടാകണം. നാം സേവിക്കുന്ന ദൈവം, നാം ചിന്തിക്കുന്ന നിസ്സാര കാര്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നിസ്സാരമായ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം നാം ചിന്തിക്കുമ്പോൾ ദൈവം പറയുന്നു, മുന്നമേ അതല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്. മുന്നമേ നിങ്ങൾ അന്വേഷിക്കേണ്ടത് അവന്റെ രാജ്യവും നീതിയുമാണ്. മുന്നമേ അന്വേഷിക്കേണ്ടത് ദൈവരാജ്യമാണ്. മുന്നമേ അന്വേഷിക്കേണ്ട ദൈവത്തെയാണ്. അത് അന്വേഷിച്ചു കഴിയുമ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് വേണ്ടത് ഇന്നതെന്ന് ദൈവം കരുതിക്കൊള്ളും എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. ഒരു പിതാവ് പക്വതയാകാത്ത
പ്രായപക്വതയിലേക്ക് വരാത്ത ഒരു കുഞ്ഞിനു വേണ്ടി കരുതുന്നത് പോലെ നമ്മുടെ ആവശ്യം ഇന്നതെന്ന് നമ്മുടെ പിതാവായ ദൈവം അറിയുന്നു. എത്ര അനുഗ്രഹമായ ഒരു വാഗ്ദത്തമാണ് നമുക്ക് ദൈവം തരുന്നത്. ആകയാൽ ഈ വാഗ്ദത്തങ്ങളിൽ നമുക്ക് ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ഉന്നത വാഗ്ദത്തങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.